നമുക്ക് അരവിന്ദിന്റെ മക്കളുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ജയപാലിന്റെ വെല്ലുവിളി സുജാത ഏറ്റെടുക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ജയപാലൻ സുജാത ഒന്ന് പ്രകോപിപ്പിച്ചാണ്. ഒരു കാരണവശാലും വിനീത് ഈ വീട്ടിലേക്ക് വരാൻ പാടില്ല. വിനീത് ഈ കുടുംബത്തെ സഹായിക്കാൻ പാടില്ല. വിനീത് ഉള്ളതുകൊണ്ട് മാത്രമാണ് പ്ലാൻ ഫെയിലിയർ ആയി പോയത്. വിനീത് ഗംഗയെ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ എന്തേലുമൊക്കെ സംഭവിച്ചാണ്. കൃത്യസമയത്ത് തന്നെ അവൻ നാശം പിടിക്കാൻ വേണ്ടി വന്നു. അങ്ങനെയാണെങ്കിൽ വിനീത് ഒരു കാരണവശാലും സ്നേഹതീരത്തേക്ക് വരാൻ പാടില്ല. ഇവരെ രക്ഷിക്കാൻ പാടില്ല. പക്ഷെ അതൊന്നും ഈ പറയുന്ന ശാരദയ്ക്ക് സുജാതയ്ക്കൊന്നും മനസ്സിലായില്ല. സുജാത വാക്കുകൊടുത്തു, ഇനി എന്റെ മോന് ഈ വീടിന്റെ പരിസരത്തേക്ക് പോലും വരില്ല എന്നും പറഞ്ഞ് ഇറങ്ങി പോന്നേ. രാധമ്മയ്ക്കൊക്കെ ഭയങ്കര സങ്കടമായിപ്പോയി. സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു. ജയപാലൻ പറഞ്ഞു, ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ പറയുന്ന വിനീത് ഇവിടെ കയറി ഇറങ്ങി നടന്നിട്ടുണ്ടെങ്കിൽ ഗംഗയുടെ കാര്യത്തില് എങ്ങനെ ഒരു നല്ല ജീവിതം ഉണ്ടാവും. ഇന്നല്ലെങ്കിൽ നാളെ അവളുടെ കല്യാണം നടക്കണ്ടല്ലേ. കല്യാണമൊക്കെ പറഞ്ഞ് ഏകദേശം ഉറപ്പിച്ച് വെച്ചിരിക്കുമല്ലേ. അധികം വൈകാതെ എൻഗേജ്മെന്റും കാര്യങ്ങളൊക്കെ കാണും. സുരൂപിന്റെ വീട്ടുകാർ ഈ കാര്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ ബന്ധം തന്നെ മുടങ്ങി പോകില്ലേ എന്നൊക്കെ ഇങ്ങനെ ശാരദയെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നുണ്ട്. അതെ, മക്കളെയൊക്കെ നല്ല അച്ചടക്കത്തോടെ വളർത്തണം. ആ സമയത്ത് ശാരദ പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യാനാ ജയപാലേട്ടാ. അതെ, നാട്ടിൽ പലരും പലതും പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. ഹോം സ്റ്റേ നടത്തിയിട്ട് ഇവിടെ വേറെ പലതും നടക്കണേന്ന്. ഒന്നുമല്ലേലും അരവിന്ദന്റെ മക്കളെ കുറിച്ച് അങ്ങനെ പറയുമ്പോൾ എനിക്ക് വിഷമം ഉണ്ടാവും ശാരദേ. ഞാൻ അവരെ സ്വന്തം മക്കളെ പോലെ കാണുന്നതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തള്ളി മറിക്കുവാണ്. ഇതെല്ലാം ശാരദ അങ്ങോട്ട് വിശ്വസിച്ചു. ജയപാലൻ പറയുന്നതെല്ലാം സത്യമാണ്. തന്റെ ജയപാലേട്ടൻ ഒന്നുമില്ലേലും അരവിന്ദേട്ടൻ ഉണ്ടായിരുന്ന സമയത്ത് അത്ര ചങ്കും ചങ്കും ആയിരുന്നല്ലോ. പക്ഷെ ചങ്കി കുത്തിയ കാര്യം അറിയണ്ടായിരുന്നില്ലല്ലോ ശാരദയ്ക്ക്. അത് തിരിച്ചറിഞ്ഞ കാവേരി മാത്രമായിരുന്നു. ഗംഗയ്ക്കും കുറെ കാര്യങ്ങളൊക്കെ അറിയുമായിരുന്നു. പിന്നീട് ശാരദയുടെ മനസ്സ് കീഴടക്കുവാണ് ജയപാലൻ ഉള്ള കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞിട്ട്. ശാരദ അതെല്ലാം വിശ്വസിച്ചു. കാവേരി കാരണമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. ഇല്ലെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. ആണുങ്ങളെ കയറ്റി ഇവിടെ താമസിപ്പിച്ചിട്ട് അവര് വഴക്കും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എന്താവും? നാളെ ഇതുപോലെ തന്നെ ആയിരിക്കും സംഭവിക്കുന്നത്. ഹോം സ്റ്റേ നടത്തിയിട്ടുണ്ടെങ്കിലേ കുടിയന്മാരൊക്കെ വരും. മദ്യപിച്ച് ബഹളം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അത് നടത്താതിരിക്കുന്ന നല്ലത്. ഞാൻ പറയാനുള്ളത് പറഞ്ഞെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് കാവേരി അങ്ങോട്ടേക്ക് വരുന്നേ. കാവേരി വന്ന് കഴിഞ്ഞപ്പോൾ ജയപാലനെ കണ്ടു. കാവേരിക്ക് ഒട്ടും സഹിച്ചില്ല. അല്ലെങ്കിലും ജയപാലനെ കാണുന്നതിനെ കാവേരിക്ക് ദേഷ്യമായിരുന്നു. ഇങ്ങേരെ ഒറ്റ ഒരുത്തനാ തന്റെ അച്ഛന്റെ ജീവൻ എടുത്ത് തങ്ങളുടെ കുടുംബം ഇല്ലാതാക്കിയെന്ന് കാവേരിക്ക് അറിയായിരുന്നു. ആ ഒരു വാശിയും വൈരാഗ്യം കാവേരിയുടെ ഉള്ളിലുണ്ട്. ഒരാണായി പിറക്കേണ്ട സമയത്ത് പെണ്ണായി ജനിച്ചെന്നായിരുന്നു കാവേരിയെ കുറിച്ച് അരവിന്ദൻ എപ്പോഴും പറയാറുണ്ടായിരുന്നേ. ആ വീറും വാശിയും തന്റെയോടും ഒക്കെ എപ്പോഴും കാവേരി കാണിക്കുന്നുണ്ടായിരുന്നു. അത് ജയപാലന് ഒട്ടും സഹിക്കുന്നുണ്ടായിരുന്നില്ല. കാരണം കാവേരി അടക്കി നിർത്തേണ്ടത് തന്റെ ഉത്തരവാദിത്വമാണ് അയാൾക്ക് നന്നായിട്ടറിയാം. അല്ലെങ്കിൽ ഇവള് തനിക്കിട്ട് പണി തരുമെന്നും അറിയാം. അതുകൊണ്ട് കാവേരി എങ്ങനെയല്ലോ ഒതുക്കാൻ വേണ്ടിയിട്ടാണ് ജയപാലൻ വന്ന് കാവേരിയുടെ കുറ്റങ്ങളൊക്കെ ശാരദയോട് പറയണേ. കാവേരി വന്നു കഴിഞ്ഞപ്പോൾ ശാരദ ചോദിച്ചു, എടി നിന്റെ ജോലി പോയോന്ന് ചോദിച്ചു. അത് കേട്ട് ഞാൻ കാവേരി പറഞ്ഞു, അമ്മേ നീ കൂടുതലൊന്നും പറയണ്ട. എന്നിട്ട് നീ ഈ വീട്ടിൽ ഒരു വാക്ക് പോലും പറഞ്ഞോടി. അവളുടെ ഒരു ഹോം സ്റ്റേ നടത്തണം ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ. അപ്പോഴേക്കും കാവേരി വിട്ടുകൊടുത്തില്ല. കാവേരി പറഞ്ഞു, അമ്മ ഈ ജയപാലൻ അങ്കിള് പറഞ്ഞെല്ലാം കണ്ണടച്ച് വിശ്വസിക്കണോ? അങ്കിള് പറഞ്ഞ കാര്യങ്ങളൊന്നും അമ്മ വിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്കിള് പലതും അങ്ങനെ വന്ന് പറഞ്ഞിരിക്കും. വേണ്ട കൂടുതൽ പറയണ്ട. നാട്ടുകാരും പലതും പറയുന്ന ജയപാലേട്ടൻ പറയുന്നത്. എനിക്ക് ജയപാലേട്ടനെ വിശ്വാസമെന്ന് പറഞ്ഞു. അമ്മയ്ക്ക് നാണം ഉണ്ടോ അമ്മേ? അച്ഛനെ ഇല്ലാതാക്കിയതാ ഇയാള്. എന്നിട്ടാണോ അമ്മ ഇയാൾക്ക് വേണ്ടി ന്യായം പറയണമെന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോ സഹിച്ചില്ല ശാരദ പെട്ടെന്ന് കാവേരിയുടെ കണ്ണം തീർത്ത് ഒറ്റോട്ടം കൂടെ കൊടുക്കുവാണ്. നീ എന്താടി പറഞ്ഞേ? ജയപാലനെ കുറ്റപ്പെടുത്തി പറയണോ? ജയപാലനെ ആരാന്നാ വിചാരിച്ചോണ്ടിരിക്കണേ? അത് കേട്ടിഞ്ഞപ്പം കാവേരിക്ക് സങ്കടമല്ല വന്ന ദേഷ്യ വന്നത്. ആ സമയം കാവേരി പറഞ്ഞു, അമ്മ കാര്യം മനസ്സിലാകാതെ എന്നെ തല്ലിയത്. അമ്മ ഇന്നല്ലെങ്കിൽ നാളെ അതൊക്കെ തിരിച്ചറിയുന്ന ഒരു ദിവസം വരുമെന്ന് പറഞ്ഞു. ശാരദയ്ക്ക് ദേഷ്യം വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഗംഗ ശാരദയുടെ കയ്യെ പിടിച്ചിട്ട് പറഞ്ഞു, അമ്മ എന്ത് പരിപാടി കാണിച്ചേ? ഇങ്ങോട്ടേക്ക് വരാനും പറഞ്ഞുകൊണ്ട് ശാരദയുടെ കയ്യെ പിടിച്ച് വലിച്ചോണ്ട് അങ്ങോട്ട് പോവുകയാണ്. രാധമ്മയ്ക്കൊക്കെ സങ്കടമായിപ്പോയി. ഈ സമയം ജയപാലൻ കാവേരിയെ വിളിച്ചു ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. കാവേരി ചെന്ന് കഴിഞ്ഞും പറഞ്ഞു, നീ എന്താ വിചാരിച്ചോണ്ടിരുന്നേ? നീ എന്നെ അങ്ങോട്ട് കടിയനകത്തേക്ക് കയറ്റുന്നോ? വെറുതെ ഒന്നുമില്ല. പെടക്കോഴി കോവിയിട്ടുണ്ടെങ്കിൽ ഇത്രയ്ക്ക് ഇത്രേ ഉള്ളൂ, മനസ്സിലായല്ലോ. പെടക്കോഴി കൊന്ന് നൂറ്റാണെന്നൊക്കെ പറയാനായിട്ട് എളുപ്പ. ഒന്നും നടക്കത്തില്ലടി. ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു. അത് കേട്ടിഞ്ഞപ്പോ കാവേരി പറഞ്ഞു, നിങ്ങൾ കാണാൻ പോകുന്നുള്ളൂ. ഈ കാവേരി ആരാ നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. ഹോം സ്റ്റേ ഇതിനേക്കാൾ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എനിക്കറിയാം. നിങ്ങൾക്ക് അത് അടപ്പിക്കാനായിട്ട് പറ്റുമെങ്കിൽ നിങ്ങൾ അടപ്പിച്ചോ. ഇതും കൊണ്ടൊന്നും ഈ കാവേരി തളരില്ല.
നിങ്ങളെ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേ, നിങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യം എനിക്ക് മനസ്സിലായി. പക്ഷേ ഈ ജന്മത്തിൽ അത് നടക്കാൻ പോകുന്നില്ല ജയപാലൻ അങ്കിളെന്ന് പറഞ്ഞു. അങ്ങനെ ജയപാലനെ വെല്ലുവിളിക്കുന്നുണ്ട് കാവേരി. സഹിക്കാൻ പറ്റുന്നില്ല അപ്പുറമായിരുന്നു കാവേരിക്ക്. ആ സമയത്ത് സുജാതയ്ക്കാണെങ്കിൽ നല്ല ദേഷ്യമായിരുന്നു. കാരണം വിനീത് ഒരു കാരണവശാലും ഇനി ആ വീട്ടിലേക്ക് പോകാൻ പാടില്ല എന്നൊരു ചിന്തയൊക്കെയായിരുന്നു സുജാതയുടെ മനസ്സിൽ. ഈ സമയത്ത് വിനീതിനെ കാണാനായിട്ട് ശാരദ ചെല്ലുന്നുണ്ട്. ശാരദ ചെല്ലുന്ന സമയത്ത് വിനീത് ഭയങ്കര സന്തോഷത്തോടുകൂടി ചോദിച്ചു, എന്താ അമ്മായി, എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞ് കാണാൻ വന്ന എന്തിനാന്നൊക്കെ ചോദിക്കുകയാണ്. അതെ, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. കാരണം ഇനിയും ഞാനത് സംസാരിച്ചില്ലെങ്കിൽ ശരിയാവത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ശാരദ ആ കാര്യങ്ങൾ പറയണേ. നിനക്കറിയാലോ, പ്രായപൂർത്തിയായ 3-4 പെൺകുട്ടികളുള്ള വീടാ അത്. ഗംഗയുടെ കല്യാണം അരവിന്ദാണ്ട് ഉണ്ടായ സമയത്ത് ഉറപ്പിച്ചു വെച്ചാ. പക്ഷേ എങ്കിൽ അരവിന്ദാണ്ട് മരണത്തോടു കൂടി അത് മുടങ്ങിപ്പോയി. ഇപ്പൊ ജയപാലേട്ടന് ഒരു കല്യാണാലോചന കൊണ്ടുവന്നിട്ടുണ്ട്. അതെങ്കിലും നല്ല രീതിയിൽ നടത്തണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ആ ഒരു സാഹചര്യത്തിൽ നീ ആ വീട്ടിൽ കയറി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഗംഗയുടെ കല്യാണം മുടങ്ങിപ്പോവും. അതുകൊണ്ട് നീ അങ്ങോട്ടേക്ക് മാക്സിമം വരാതിരിക്കുക. നീ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ, ഒരു പക്ഷേങ്കിൽ ഇനിയിപ്പോൾ ആ ചെക്കൻ്റെ വീട്ടുകാരിലേക്ക് അറിഞ്ഞിട്ടുണ്ട് കല്യാണം മുടങ്ങിപ്പോ. അവളുടെ ഭാവി ഞങ്ങൾക്ക് വലുതാണ്. അരവിന്ദൻ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ അവളുടെ കല്യാണം തീരുമാനിച്ചു വെച്ചല്ലേ. പിന്നെ അവൾക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല നീയുമായിട്ടൊരു ബന്ധത്തിന്. അവളുടെ കല്യാണമെങ്കിലും നല്ല രീതിയിൽ നടന്നു കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് മോനെ. ഒരമ്മയുടെ വേദനയായിട്ട് നീ കണ്ടാൽ മതി എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ വിനീതിന്റെ കണ്ണ് നിറഞ്ഞു വന്നു. വിനീത് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നല്ലേ. ഗംഗെ, അവളെ തനിക്ക് കിട്ടുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അവസാനത്തെ പ്രതീക്ഷ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അവളെ രക്ഷിച്ചു കൊണ്ടിരുന്ന സമയത്തും തനിക്ക് കിട്ടുമെന്നൊരു ചിന്തയായിരുന്നു. തൻ്റെതാണ് ഗംഗയെന്ന് ഓർത്തോണ്ടിരുന്ന ആ സമയത്താണ് ഇങ്ങനെ ഒരു പ്രകടനം കാഴ്ചവെച്ചിരിക്കുന്നത്. ശാരദയുടെ വാക്കുകളെ എതിർക്കാനായിട്ട് ഒരു കാരണവശാലും വിനീതിന് സാധിക്കേണ്ടിരുന്നില്ല. വിനീത് പിന്നെ ശാരദ പറഞ്ഞത് അംഗീകരിക്കും. അതെ, ഒരിക്കലും ഞാൻ അങ്ങോട്ടേക്ക് വരില്ല അമ്മായി. ഞാൻ എന്താണെങ്കിലും ഗംഗയുടെ ജീവിതത്തിൽ ഒരു ശല്യമായിട്ട് വരത്തില്ല. അമ്മായി പറയുന്ന പോലെ ഞാൻ അനുസരിച്ചോളാം എന്നൊക്കെ പറഞ്ഞു. ആ ശാരദ പറഞ്ഞു, നിനക്കറിയാലോ മോനെ, പിന്നെ നിന്റെ അമ്മയുടെ സ്വഭാവം കാരണം ഒരിക്കലും സുജാതയ്ക്ക് ഗംഗ ഇഷ്ടമല്ലതാനും. പിന്നെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ എൻ്റെ ഗംഗമോളുടെ ഭാവിയും കൂടെ ഞാൻ നോക്കണ്ടേ എന്നൊക്കെ ചോദിച്ചു. വിനീത് സങ്കടത്തോടു കൂടിയിട്ടാണ് ശാരദയുടെ അടുത്തുനിന്ന് പോകുന്നത്. വിനീതിന് ഭയങ്കര വിഷമ. വീട്ടിലേക്ക് പോകാൻ പോലും തോന്നിയില്ല. പിന്നീട് വിനീതിന്റെ അടുത്തേക്ക് നിവിൻ വരുന്നുണ്ട്. നിവിൻ വന്ന് കാര്യമൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും വിനീത് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നീയും പറഞ്ഞ് സങ്കടപ്പെടണ്ട, നിനക്കുള്ളതാണെങ്കിൽ നിനക്ക് തന്നെ കിട്ടും, നീ ധൈര്യമായിട്ടിരിക്കുക, എന്തിനാ വിഷമിക്കണം എന്നൊക്കെ ചോദിച്ചു. ഒരു പക്ഷേങ്കിൽ നിന്നെ പോലൊരു നല്ലൊരു ചെറുപ്പക്കാരനെ ഗംഗയ്ക്ക് വിധിച്ചിട്ടില്ലായിരിക്കും എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ നിന്റെ ജീവിതത്തിലേക്ക് അവൾ കടന്നു വരണ്ടല്ലേന്ന് ചോദിച്ചു. വിനീത് പറഞ്ഞു, എന്നാലും എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നടാ, എല്ലാം ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായില്ലേ, സാരമില്ല, എന്ത് വന്നാലും നിവിനോട് വിനീത് കാര്യങ്ങളൊക്കെ പറയും, നിവിനെ ആശ്വസിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. അത് വിനീതിന് നന്നായിട്ടറിയാം. അവർ അത്ര നല്ല ഫ്രണ്ട്സ് ആയിരുന്നല്ലോ. ഈ സമയത്ത് കാവേരി അങ്ങനെ വിട്ടുകൊടുക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. കാവേരി ഗംഗയോട് പറഞ്ഞു, ഈ ഹോം സ്റ്റേ ഞാൻ അങ്ങനെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. എങ്ങനെയാലും ജീവിക്കണമല്ലോ, വരുമാനം വേണ്ടേ. ഈ ഹോം സ്റ്റേ തുടർന്ന് പ്രവർത്തിപ്പിക്കാൻ തന്നെ എൻ്റെ തീരുമാനം. ആര് തടഞ്ഞാലും ഞാനിത് മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. പക്ഷേ ഗംഗ പറഞ്ഞ അമ്മയ്ക്ക് സമ്മതമല്ലെന്നുള്ള കാര്യം അറിയാലോ. ആർക്ക് സമ്മതമല്ലെങ്കിലും ഞാനത് നോക്കും ചേച്ചി. അമ്മയുടെ സമ്മതം നോക്കിക്കൊണ്ടിരുന്നിട്ടുണ്ടെങ്കിലേ നമ്മൾ ഒരിടത്തും എത്താൻ പോകുന്നില്ല. ആ ജയപാലനങ്ങളുടെ മുഖം മൂടി എനിക്ക് അമ്മയുടെ മുന്നിൽ വലിച്ചു കയറണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കാവേരി ഇറങ്ങുന്നത്. പിന്നീട് കാവേരി തനിക്കറിയാവുന്ന കുറച്ച് ടാക്സി ഡ്രൈവർമാരെ പോയി കാണുന്നുണ്ട്. അവരോട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ചേട്ടാ, ഗസ്റ്റുകളൊക്കെ വരുവാണെങ്കിൽ പറയണം, ഞങ്ങളുടെ ഹോം സ്റ്റേയിലേക്ക് കൊണ്ടുവരണം. പിന്നെ നമ്പരും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് പറഞ്ഞു, നീക്ക് ടിപ്സും കാര്യങ്ങളൊക്കെ തരാമെന്ന് പറഞ്ഞു. അറിയാവുന്ന ആൾക്കാരായതുകൊണ്ട് അവർ സമ്മതിക്കുകയും ചെയ്തു. പക്ഷേ ഇത് ജയപാലൻ അറിഞ്ഞു. ജയപാലൻ കാവേരിയെ വീണ്ടും വന്ന് വെല്ലുവിളിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ കാവേരി ആ വെല്ലുവിളി ധൈര്യപൂർവ്വം ഏറ്റെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് കഥകളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത്. ആ കഥകളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.